ഹലോ മലയാളീസ്. ഇന്നൊരു മെട്രോ വിശേഷമാണ്. ഞാൻ സ്ഥിരമായിട്ട് മെട്രോയിലാണ് ട്രാവൽ ചെയ്യുന്നത്. സോ രാവിലെ എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് കുട്ടികളുണ്ട്, സ്കൂൾ കുട്ടികൾ. ഒരു 4th 5th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്, അതിൽ താഴെ ഉള്ള കുട്ടികളുമുണ്ട്. ഇപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, ഗ്രേഡ് 1 അല്ലെങ്കിൽ കിൻഡർ ഗാർഡനിലൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കാം. അത്രയൊക്കെ ഉള്ളൂ ഹൈറ്റൊക്കെ. അപ്പോൾ ആ കുട്ടികൾ ഡെയിലി മെട്രോയിലിരുന്ന് പടം വരയ്ക്കും. ഇനി അവരുടെ ഹോംവർക്ക് ചെയ്യും. ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവും, ചിലപ്പോൾ പാട്ട് കേൾക്കും, ചിലപ്പോൾ ഒച്ചപ്പാടും ബഹളവും. നല്ല രസമാണ് അവരുടെ സംസാരമൊക്കെ കേട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ. ഞാൻ എപ്പോഴും ഓർക്കും മെട്രോയിലിരുന്ന് ഉറങ്ങാം. കാരണം ഞാൻ 6:30-ക്കാണ് എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്, മെട്രോയിൽ കയറുന്നത്. സോ എനിക്ക് 8 o'clock ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പം ആ മെട്രോയിൽ ഇത്രയും ഒന്ന് ഉറങ്ങാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇവരുടെ സംസാരവും എല്ലാം ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ പഴയ കാലത്തേക്ക് അത് പോവും. ഇങ്ങനെ ആലോചിച്ചിരുന്ന് അങ്ങനെ എൻ്റെ സ്റ്റോപ്പെത്തും. പക്ഷേ ഇന്ന് ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. അതിലൊരു കുട്ടി, ബാക്കി ആരും ഉണ്ടായില്ല, ഒരു കുട്ടി മാത്രമേ ഉണ്ടായുള്ളൂ. ചിലപ്പോൾ 5-6 കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇന്ന് അതിലൊരു കുട്ടി, ഒരു 4th സ്റ്റാൻഡേർഡ്, ഒരു ആൺകുട്ടിയാണ്. ആ കുട്ടി പെട്ടെന്ന് വേറൊരു സ്റ്റോപ്പിലേക്ക് ചാടി ഇറങ്ങി. അവർ ബുർജുമാനിലാണ് എപ്പോഴും ഇറങ്ങാറ്. അവർ പാകിസ്ഥാനി കുട്ടികളാണ്. പാകിസ്ഥാൻ യൂണിഫോം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ സ്കൂളിൻ്റെ യൂണിഫോമാണ് അവർ എപ്പോഴും വെയർ ചെയ്യാറ്. സോ ആ സ്കൂളിലായിരിക്കാം പഠിക്കുന്നത്. സോ ഇന്ന് ആ കുട്ടി വേറൊരു സ്റ്റോപ്പിൽ ചാടി ഇറങ്ങി. ചിലപ്പോൾ സ്കൂൾ കട്ട് ചെയ്തതായിരിക്കും. പക്ഷെ എന്താ അല്ലേ, 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, അത്രയേ ഉള്ളൂ, ഹൈറ്റൊക്കെ അത്രയേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ ഇതുവരെയായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്, കോളേജിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്കൂളിൽ അങ്ങനെ ഇതുവരെയായിട്ടും പോവാതിരിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ചേട്ടൻ ചെയ്തിട്ടുണ്ട്, സ്കൂൾ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീട്ടിൽ നിന്ന് വിളിപ്പിക്കും, ഇങ്ങനെ മോൻ വന്നിട്ടില്ല അങ്ങനെയൊക്കെ പറയും. പിന്നെ കരച്ചിലായി, പിടിച്ചിലായി, അടിയായി. പക്ഷെ എന്തായാലും ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇന്ന് ആലോചിച്ചു. എന്നാലും ആ കുട്ടി എന്തിനായിരിക്കും ചാടി ഇറങ്ങി? ചിലപ്പോൾ ഫ്രണ്ട്സ് അടുത്ത മെട്രോയിൽ വരുന്നുണ്ടാവും, അതുകൊണ്ടാവും. കാരണം എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ടാബുണ്ട്. ആ കുട്ടികൾ മിക്കപ്പോഴും ടാബിൽ കളിക്കുന്നതൊക്കെ കാണാം, ഗെയിമിനെ കുറിച്ചൊക്കെ പറയുന്നത് കാണാം. ഫുൾ ടൈം ടാബ്, ഗെയിം, എന്തൊക്കെയല്ലേ. നല്ല രസമാണ് രാവിലത്തെ ടൈം. പിള്ളേരെ കണ്ടിറങ്ങുമ്പോൾ നല്ല ഫ്രഷ്നെസ്, പഴയ കാര്യങ്ങളിലേക്കൊക്കെ പോകും. നല്ല രസമാണ്. നിങ്ങളുടെ ഇന്നത്തെ രാവിലെ എങ്ങനെ ഉണ്ടായിരുന്നു? കമൻറ്റ് ബിലോ.